അവധി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിരിക്കുകയാണ് എഡിജിപി എം ആർ അജിത് കുമാർ. ഈ മാസം 14 മുതൽ 4 ദിവസത്തെ അവധി പിൻവലിക്കാനാണ് അപേക്ഷ നൽകിയത്. അവധി ആവശ്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അജിത് കുമാർ വീണ്ടും അപേക്ഷ നൽകിയത്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഹരി, ഇന്നിപ്പോൾ LDF യോഗം ചേരാനിരിക്കുന്നു. CPI അടക്കം ഈ വിഷയം വളരെ ശക്തമായി ഉയർത്തുമെന്ന ആശങ്ക, എഡിജിപിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. ഇതിനിടയിൽ എന്തുകൊണ്ടാണ് അവധി അപേക്ഷ പിൻവലിക്കാനുള്ള തീരുമാനത്തെ അതിനെങ്ങനെ വ്യാഖ്യാനിക്കാം? ജിൽസി, ഈ അവധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ അവധി നീട്ടണം അല്ലെങ്കിൽ കർശനമായിട്ട് അവധി എടുക്കണമെന്നുള്ള കാര്യം ADGPയോട് നിർദ്ദേശിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് സംസ്ഥാന പോലീസ് മേധാവി തന്നെ ആവശ്യപ്പെട്ടിരുന്നു. അതായത് നിർബന്ധിത അവധി എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി ഇതിന് തയ്യാറായില്ല. ആ 4 ദിവസം, അതായത് ADGP എം ആർ അജിത് കുമാർ നൽകിയിട്ടുള്ള അവധി അപേക്ഷയിൽ പറയുന്ന 4 ദിവസം തന്നെയായിരുന്നു അവധി ഇത്രയും ദിവസം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ആ 4 ദിവസം കൂടി ഇപ്പോൾ പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അജിത് കുമാർ. അതായത് തനിക്ക് അവധി ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സർക്കാരിന് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ ഒരു അപേക്ഷയായിട്ട് അത് നൽകിയിരിക്കുകയാണ്. അവധി തനിക്ക് ആവശ്യമില്ല, അതുകൊണ്ട് അത് പിൻവലിക്കുകയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇത് എപ്പോഴാണ് ഈ അപേക്ഷ നൽകുന്നത് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് മലപ്പുറത്തെ അടക്കമുള്ള പോലീസിലെ മാറ്റം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ ഈ അവധി പിൻവലിച്ചുകൊണ്ട് വീണ്ടും തിരിച്ച് സജീവമായിട്ട് ADGP കസേരയിലേക്ക് വരാനാണോ അജിത് കുമാർ ഉദ്ദേശിക്കുന്നത്, അതെയോ നടപടി പ്രതീക്ഷിച്ചുകൊണ്ടാണോ അജിത് കുമാർ നിൽക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് LDF യോഗമാണ്. LDF യോഗത്തിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള നടപടി വലിയ രീതിയിൽ മുന്നണി നേതാക്കളൊക്കെ തന്നെ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നടപടി പ്രതീക്ഷിച്ചുകൊണ്ടാണോ അജിത് കുമാർ ഇത്തരത്തിൽ അവധി പിൻവലിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എന്നുള്ളതൊക്കെ ഒരു വ്യക്തത കുറവുണ്ട്. എന്തായാലും അതിന് സർക്കാർ ഈ അവധി പിൻവലിക്കാൻ നൽകിയിട്ടുള്ള അപേക്ഷയിൽ എടുക്കുന്ന തീരുമാനവും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ജിൽസി, ശരി, എന്തായാലും സർക്കാരിന്റെ തീരുമാനം കൂടി ഇനി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അവധി ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ADGP അവധി പിൻവലിക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.